ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സീക്രട്ട് ഓഫ് കേരള കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂവിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ഇത് പച്ച കുരുമുളക് ചതച്ച് വെച്ചേക്കുന്നത്, കറിവേപ്പിലയും മല്ലിയില, ഇത് നമ്മളെ സ്പൈസസ് ഗ്രാമ്പൂ, പട്ട, പെരിഞ്ചീരകം അതെല്ലാം ഉണ്ട്. പിന്നെ നമുക്കൊരു 10 പച്ചമുളക്, ഒരു 3 സവാള, ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള ബീഫ്. ഇത് നമ്മുടെ 2ാം പാലാണ്. ഇത് നമ്മുടെ കട്ടിയുള്ള 1ാം പാല്. പിന്നെ നമുക്ക് സ്റ്റൂവിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മളെ ഇഷ്ടം കണക്കാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമുക്ക് ബീഫ് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ബീഫ് ഇതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് ഉണ്ട്, നല്ല വേവുള്ളതായതുകൊണ്ട് ഗ്രീൻ പീസ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഒരു 2-3 മണിക്കൂർ മുമ്പേ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, പകുതി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെടുത്ത് വെച്ച സ്പൈസസ്, നമ്മുടെ പച്ച കുരുമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പകുതി ഇട്ട് കൊടുക്കാം. പകുതി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി അല്പം വെള്ളവും കൂടി ഒഴിച്ച്, നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് അടച്ചു വെച്ച് ഒരു 5 വിസിൽ കേൾപ്പിക്കുക. നമ്മൾ കുക്കർ അടുപ്പത്തോട്ട് വെച്ച് ഇതൊരു 5-6 വിസിൽ കേൾക്കട്ടെ. ആ ടൈം കൊണ്ട് നമുക്കൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചൂടായി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കടുകിടാം. ഇനി ഇതിലോട്ട് നമ്മൾ വാറ്റി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചേ ഇടുന്നുള്ളൂ, ബാക്കി നമ്മൾ ബീഫ് പുഴുങ്ങാനായിട്ട് വെച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് ഇനി ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു നുള്ളുപ്പ്, നമ്മൾ ബീഫിലോട്ട് ഉപ്പ് ചേർത്തോണ്ട് ഇതിൽ ഒരു നുള്ളുപ്പ് ഇടാവും. ഇനി ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ, നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ആ ഒരു ടൈമിൽ നമുക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് ആ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങി. ഈ ഒരു ടൈമിൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ബീഫും ആ സ്പൈസസും എല്ലാം കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബീഫ് ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ 2ാം പാലിൽ കിടന്ന ബീഫും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഒന്ന് കുക്കായി വരണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് കുക്കിങ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ആ ബീഫും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല 1ാം പാല് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ 1-ാം പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചേക്കുന്ന പച്ചമുളക്, കുറച്ച് മല്ലിയില വെച്ചിട്ടുണ്ട്, അത് രണ്ടും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇടുന്ന പച്ചമുളകാണ് ഈ കറിയുടെ മണവും ടേസ്റ്റും എല്ലാം. അപ്പം ഈ ഒരു പച്ചമുളക് ഒന്ന് തീ കുറച്ചിട്ട് സിമ്മിലിടുമ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഇതിൽ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.